അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഉഹുദ് യുദ്ധം നടന്ന രണഭൂമിയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിട്ട ചരിത്രത്തിലെ ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ആദ്യ സമയത്ത് പരാജയം നേരിട്ട് തിരിഞ്ഞോടുകയും പിന്നീട് സംഘടിച്ചു വന്ന് വിജയം കൈവരിക്കുകയും ചെയ്ത ഒരുപാട് സന്ദേശങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു യുദ്ധമാണ് ഉഹുദ്. അതിൽ ഒന്നാമത്തെ സന്ദേശം, ജബൽ റുമാത്തിന്റെ മുകളിൽ 50 ആളുകളെ പ്രവാചകന്റെ നേതൃത്വത്തിൽ, പ്രവാചകന്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ച് കാവൽക്കാരായി നിർത്തിയിരുന്നു. പ്രവാചകന്റെ നിർദ്ദേശം കിട്ടുന്നതിന് മുമ്പ് അവർ താഴേക്ക് ഇറങ്ങി വന്നതാണ് ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഇസ്ലാമിക ശത്രുക്കളുടെ നായകനായ ആള് അതിലെ കയറി മുസ്ലിങ്ങളെ ആക്രമിക്കാനുണ്ടായ ഒരു കാരണം. പിന്നെ ഉഹുദ് നൽകുന്ന മറ്റൊരു സന്ദേശം, ഉഹുദിൽ പങ്കെടുത്ത പ്രഗത്ഭരായ ആളുകൾ, ഉഹുദ് യുദ്ധത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളിൽ ഒരുപാട് ആളുകൾ, ഉദാഹരണത്തിന് അബൂ സുഫിയാന്റെ മകൾ ഹിന്ദ്, അതുപോലെ ഖാലിദ് ബിൻ വലീദ്, വഹ്ഷി പോലത്തെ ആളുകളൊക്കെ പിൻകാലത്ത് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന ആദരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് ഒരു ഉഹുദ് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ഉഹുദ് രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയത് പ്രഗത്ഭരായ 4 സഹാബികൾ. ഒന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു ആണ് സയ്യിദ് ശുഹദാ. പിന്നെ അബ്ദുല്ലാഹിബിൻ ജയ്ഷ് റളിയല്ലാഹു അൻഹും, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും, അബ്ദുല്ലാഹിബിൻ ഉമൈർ, ഇങ്ങനെ പറയുന്ന പ്രഗത്ഭരായ 4 സഹാബികൾ. അതിൽ ഹംസ റളിയല്ലാഹുവിന്റെ ഖബറാണ് ആ ബൗണ്ടറിക്കുള്ളിലുള്ളത് എന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു ആലം. ബാക്കി വരുന്ന 70ഓളം സഹാബികൾ ഈ കാണുന്ന കോമ്പൗണ്ടിന്റെ ഉള്ളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അർഹമായ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആശയവും ആദർശവും സ്വീകരിച്ച് പ്രബോധന രംഗത്ത് തുടർന്നു പോകാൻ നമുക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവരൊക്കെ അവരുടെ ജീവിതം മതത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ സമർപ്പിച്ചവരാണ്. അവര് അല്ലാഹുവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി പകരം കൊടുത്തവരാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം പകരം തരാനൾക്ക് അവരുടെ സമ്പത്തും സമ്പാദ്യവും ശരീരവും അള്ളാന്റെ മാർഗത്തിൽ വിറ്റവരാണ്. അവരൊരിക്കലും മരണപ്പെട്ടു പോയവരാണ് എന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരുമാണ് എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇന്ന് സുന്ദരമായിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേടിയെടുക്കാനുള്ളത് അവർ പ്രചരിപ്പിച്ച പ്രചാരണം. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നു, മക്കയിലെ വലിയ പ്രമാണിയായിരുന്നു. രാവിലെ ധരിച്ച വസ്ത്രം അദ്ദേഹം വൈകുന്നേരം ധരിക്കാറില്ല. രാവിലെ ഉപയോഗിച്ച അത്തർ അദ്ദേഹം വൈകുന്നേരം ഉപയോഗിക്കാറില്ല. അത്രയും പ്രമാണിയായിരുന്നു. മതത്തിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ മതത്തിനു വേണ്ടി കൊടുത്തിട്ട് അവസാനം ഷഹീദായി കിടക്കുമ്പോ സഹാബികൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പരാതി പറയുന്നുണ്ട്, റസൂലെ, മിസ്അബിന്റെ വസ്ത്രം തലമറക്കുമ്പോൾ കാല് മറയാൻ സാധിക്കുന്നില്ല, കാല് മറക്കുമ്പോൾ തലമറക്കാൻ സാധിക്കുന്നില്ല. അതിനു മാത്രം ഫക്കീറായി മാറുകയും അവിടെ കിട്ടാവുന്ന പുൽച്ചെടികൾ ഉപയോഗിച്ചിട്ട് കാലിന്റെ ഭാഗത്ത് കെട്ടിയിട്ടാണ് മിസ്അബ് റളിയല്ലാഹു തആല മറമാടിയത് എന്ന് സഹിയായ റിപ്പോർട്ടുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ അടുക്കലുള്ളത് അത് സമ്പത്താണെങ്കിലും പിന്നെ നമ്മുടെ അധികാരങ്ങളാണെങ്കിലും നമ്മുടെ ശരീരബലമാണെങ്കിലും ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. മുൻകടന്നുപോയ ഇസ്ലാമിന്റെ ഉത്തമ മാതൃക കാണിക്കുന്ന സഹാബികളും സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സഹാബികളുമൊക്കെ അവരാ ഉന്നതമായ പദവിയിലെത്തിയത് അവർക്ക് അള്ളാഹു നൽകപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മളും ആ ഒരു മാതൃകയാണ് ഇവരിൽ നിന്ന് പിൻപറ്റേണ്ടത് എന്നാണ് ഈ ഉഹുദ് രണാങ്കണം നമുക്ക് നൽകുന്ന സന്ദേശം. രണ്ടാമത്തേതൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നേതൃത്വത്തിനെ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഒരു യുദ്ധരംഗത്ത്, ഒരു യാത്രാ രംഗത്തും ഒക്കെ ഒരു നേതൃത്വത്തിനോടുള്ള അവഗണന, എന്താണ് സംഭാവന നൽകുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പരിണിത ഫലമെന്ന് ഈ യാത്രയുടെ ആദ്യത്തിൽ പോലും നമ്മൾ പോലും അത് അനുഭവിച്ചറിഞ്ഞതാണ്. അത് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ്, നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹംസ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ടും വഹ്ശിയും ഹിന്ദുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ബസ്സിൽ വെച്ചിട്ട് നമുക്ക് അയവിറക്കാം. ഇവിടെ നല്ല ചൂടുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഉഹുദ് ശുഹദാക്കളോട് നമ്മൾ സലാം പറയുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ല ശുഹദാഇ ഉഹുദ് ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.